ചങ്ങായിമാർ എന്നല്ല ആസ്ട്രേലിയയിലെ സിഡ്നിയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 15ഓളം നിരപരാധികൾ മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ സംഭവം നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഘികളും പിന്നെ ഇവരുടെയൊക്കെ അച്ചാരമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് മെയിൻസ്ട്രീം മാധ്യമങ്ങളുണ്ടല്ല, അവരൊക്കെ ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. അത് വേറെ ഏത് മതമല്ല നിങ്ങൾക്കറിയില്ല. അതൊക്കെ മുസ്ലിം മതത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ തീവ്രവാദികളുടെ മതവും അവരുടെ ജാതകം വരെ പറയുന്ന ഈ ടീമൊന്നും ആ തീവ്രവാദി അക്രമത്തിനിടയിൽ അതിലൊരു തീവ്രവാദിയെ കീഴ്പ്പെടുത്തിയ ഒരാളുടെ പേര് മനഃപൂർവ്വം മറക്കുന്നു. അതിലൊരു തീവ്രവാദിയെ കീഴ്പ്പെടുത്തിയിട്ട് അവന്റെ കയ്യിലുള്ള തോക്ക് വാങ്ങി മാറ്റിയിട്ട് അവിടെയുള്ള ആയിരക്കണക്കിന് നിരപരാധികൾ രക്ഷപ്പെടുത്തിയ ആ രക്ഷകന്റെ പേര് വേറൊന്നുമല്ല, അഹമ്മദ് അൽ അഹമ്മദ് എന്നാണ്. അക്രമികളുടെ പേരും അക്രമികളുടെ മതവും പറയുന്നതിന്റെ ഇടയ്ക്ക് ആ രക്ഷകന്റെ പേര് അഹമ്മദ് അൽ അഹമ്മദ് എന്ന പേരുള്ള ആ രക്ഷകന്റെ പേര് പറഞ്ഞാൽ ഈ സംഘി മാധ്യമങ്ങൾക്ക് ആ വാർത്തക്ക് ഒരു റീച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ രക്ഷകന്റെ പേര് ഈ നാറികൾ മനഃപൂർവ്വം അങ്ങ് മറന്ന് നമുക്കെന്തായാലും നമ്മളെ കേരളത്തിലെ സംഘി മാധ്യമങ്ങളും സംഘിയെടുക്കുന്ന അച്ചാരം വാങ്ങിയ മാധ്യമങ്ങളും മറച്ചുവെച്ച ആ തീവ്രവാദിയെ കീഴ്പ്പെടുത്തുന്ന ആ രക്ഷകന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. സിഡ്നി ഭീകരാക്രമണ സ്ഥലത്ത് രക്ഷകരായ അഹമ്മദ് അൽ അഹമ്മദ്, ഇദ്ദേഹത്തിന്റെ ധീരതയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ബോണ്ടി ബീച്ചിൽ ആക്രമണം നടന്ന സ്ഥലത്തെ പഴക്കച്ചവടക്കാരനാണ് 43-കാരനായ അഹമ്മദ് അൽ അഹമ്മദ്. സംഭവത്തെ സർക്കാർ ഭീകരാക്രമണമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചരിക്കുന്നത് ഈ സാധാരണക്കാരന്റെ അസാമാന്യ ധീരതയുടെ ദൃശ്യങ്ങളാണ്. തോക്കുധാരികളായ അക്രമികൾ നിരായുധരായ മനുഷ്യർക്കു നേരെ തുരുതുരാ വെടിയുതിർക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എല്ലാവരും. ഇതിനിടെയാണ് തോക്കുമായി വെടിയുതിർക്കുന്ന അക്രമിക്കു നേരെ മരണഭയം തെല്ലുമില്ലാതെ ഒരാൾ ചാടി വീഴുന്നത്. അക്രമി നവീദ് അക്രത്തെ പിറകിലൂടെ എത്തി ഞൊടിയിട നേരത്തിൽ കഴുത്തിന് പിടിച്ച് ഇയാൾ കിടക്കി. സംഭവിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയും മുമ്പേ മൽപിടുത്തത്തിലൂടെ അയാളിൽ നിന്ന് തോക്കും പിടിച്ചെടുത്ത നിരവധി പേരുടെ രക്ഷകനായി പാകിസ്ഥാൻ വംശജനായ നവീദ് അക്രം എന്ന 24-കാരനെയാണ് അഹമ്മദ് അൽ അഹമ്മദ് കീഴടക്കിയത്. എല്ലാവരും പേടിച്ചോടുന്ന സമയത്ത് ആ തോക്കുധാരിയെ തീവ്രവാദിയെ ഒരു ഭയവും ഇല്ലാതെ കീഴ്പ്പെടുത്തിയ അഹമ്മദ് അൽ അഹമ്മദ് എന്ന ആ വ്യക്തിയെ ലോകം മൊത്തം ഹീറോ ആയിട്ട് വാഴ്ത്തുമ്പോ നമ്മളെ കേരളത്തിലടക്കമുള്ള കുറച്ച് മാധ്യമങ്ങൾ ആ വാർത്ത കണ്ടതായിട്ടേ നടിക്കുന്നില്ല. നമുക്കെന്തായാലും ഈ വാർത്തയുണ്ടല്ല നമ്മളെ കേരളത്തിലെ ഒരു സംഘി മാധ്യമം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് വന്നാലോ. വേറെ ആരുമല്ല ആ സംഘി മാധ്യമം, നമ്മുടെ കർമ്മ തള്ളച്ചില്ലേ, കർമ്മ തള്ളച്ചി എന്താണ് പറഞ്ഞു കേട്ടിട്ട് വന്നാലോ. ആ തീവ്രവാദികളുടെ പേരും മതവും നക്ഷത്രവും ജാതകവും അടക്കം പറയുന്ന കർമ്മ തള്ളച്ചി. പക്ഷെ ആ രക്ഷകന്റെ പേരോ രക്ഷകന്റെ മതമോ എവിടെയും പരാമർശിക്കുന്നില്ല. നമുക്ക് തള്ളച്ചിയുടെ പ്രസംഗം കേട്ടിട്ട് വരാം. ഇന്ത്യയിലെ പഹൽഗാമിന്റെ തനിയാവർത്തനം ഓസ്ട്രേലിയയിൽ നടത്തിയത് പാകിസ്ഥാനി ഭീകരന്മാർ. ഭീകര ആശയങ്ങൾ പേർന്ന വാപ്പയും മകനുമായിരുന്നു സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതന്മാരെ വെടിവെച്ചു കൊന്നത്. ജൂതന്മാരോടും അന്യമതക്കാരോടും പകയുള്ള ഭീകരന്മാർക്ക് ഒരേ ഒരു ലക്ഷ്യമാണ്, കാഫിറുകളെ ഇല്ലാതാക്കി ലോകത്ത് അവരുടെ ഭരണവും മതവും സ്ഥാപിക്കുക. ഇതിന്റെ അവസാന ഉദാഹരണമായിരുന്നു ഇന്ത്യയിൽ പഹൽഗാമിൽ നടന്നത്. മതം ചോദിച്ചും വസ്ത്രം മാറ്റി നോക്കിയും വരെ അവിടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി. കലിമ ചൊല്ലാൻ അറിയാത്തവരെ നോക്കി വധിച്ചു. ഇതായിരുന്നു ഇസ്രയേലിൽ ഹമാസ് കയറി ചെയ്തതും. ഇപ്പോൾ ഇതിന്റെ എല്ലാം തനിയാവർത്തനമാണ് ഓസ്ട്രേലിയയിൽ ഉണ്ടായത്. അവിടെ ബീച്ചിൽ ആഘോഷം നടത്തുകയായിരുന്ന ജൂത സമൂഹത്തെ 50 റൌണ്ട് വെടിവെക്കുകയായിരുന്നു. 15ഓളം പേർ ഉടൻ കൊല്ലപ്പെട്ടു. ഇതിന്റെ പിന്നിൽ പഹൽഗാം ആസൂത്രണം ചെയ്ത പാക് ഭീകരർ തന്നെ എന്ന് ഇപ്പോൾ പുറത്തുവരികയാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ആഘോഷത്തിനിടെ 15 പേരെ കൊലപ്പെടുത്തിയ 2 തോക്കുധാരികൾ ഒരു അച്ഛനും മകനുമാണ് എന്ന് തിങ്കളാഴ്ച പോലീസ് പറഞ്ഞു. കർശനമായ തോക്ക് നിയന്ത്രണ നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് ഏകദേശം 3 പതിറ്റാണ്ടിനിടയിൽ ഓസ്ട്രേലിയയിൽ നടന്ന ഏറ്റവും മാരകമായ വെടിവെപ്പായിരുന്നു ഇത്. 50-കാരനായ സാജിദ് അക്രം എന്ന ആളായിരുന്നു ഭീകരരിൽ ഉപ്പയായ ആൾ. ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നു. മറ്റൊരു വെടിവെപ്പുകാരൻ അദ്ദേഹത്തിന്റെ 24 വയസ്സുള്ള മകൻ നവീദ് അക്രം ആയിരുന്നു. വാപ്പയും മകനും കൂടി തോക്കെടുത്ത് ഇത്തരത്തിൽ ജനക്കൂട്ടത്തെ വെടിവെച്ചപ്പോൾ ലോകമാകെ നടുങ്ങി. 24 വയസ്സുള്ള മകൻ നവീദ് അക്രം പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാൻഡിയോൺ പറഞ്ഞു. ആ നവീദ് അക്രത്തിനെ കീഴ്പ്പെടുത്തിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച അഹമ്മദിന്റെ പേര് ഈ തള്ളച്ചി പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ച. മുസ്ലിങ്ങളെ കുറ്റം പറയാനല്ലാതെ, മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദിയാക്കാനല്ലാതെ, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി ഈ തള്ള വായ തുറക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയോ? പെഹൽഗാം തീവ്രവാദി അക്രമത്തിൽ മരണപ്പെട്ട ഹിന്ദുക്കളുടെ പേര് പറയുന്ന ഈ തള്ളയുണ്ടല്ല, അതേ അക്രമത്തിൽ ഒരുപാട് ഹിന്ദുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്തസാക്ഷിയായ ആ മുസൽമാന്റെ പേര് എവിടെയെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെയ്ദ് ആദിൽ ഷാ എന്ന ആ രക്തസാക്ഷിയായ മുസൽമാന്റെ പേര് ഈ തള്ളച്ചി ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതേ തീവ്രവാദി അക്രമത്തിൽ അവിടെയുള്ള വിനോദസഞ്ചാരികളെ ഒരു പോറൽ ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയ ഒരുപാട് കാശ്മീരി മുസ്ലിങ്ങളുണ്ട്. അവരുടെ പേര് എവിടെയെങ്കിലും ഈ തള്ളച്ചി പറഞ്ഞിട്ടുണ്ടാ? എവിടെ ഒരു നന്ദി വാക്കെങ്കിലും ഈ തള്ളയുടെ വായിന്ന് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? വരില്ല, അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ തക്കം കിട്ടുന്ന സമയത്ത് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാൻ വേണ്ടി ഈ തള്ള എന്ത് പണിയെടുക്കും. ഇനി ഈ തള്ളച്ചിക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന സാധനമാണ് കാസ ക്രിസംഗി. അതായത് നമ്മളെ മാത്യു സാമുൽ അച്ചായനില്ലേ, ക്രിസംഗി അച്ചായൻ. അച്ചായൻ ഈ വാർത്ത എങ്ങനെയാണ് നോക്കിക്കാണെന്ന് കണ്ടിരുന്നല്ലോ. ഓസ്ട്രേലിയയിൽ നടന്ന ഭീകരാക്രമണം പ്രത്യേകിച്ച് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെയാണ് നടന്നത്. ഓസ്ട്രേലിയൻ ടൈം 6:15 ഈവനിംഗ് സിഡ്നിക്കടുത്ത് ബോണ്ടി ബീച്ച്
അത് പ്രശസ്തമായ ഒരു ബീച്ചാണ്. അവിടെയാണ് ഈ ആക്രമണം നടന്നത്. മനസ്സിലാക്കുക, മതഭീകര ആക്രമണമാണ് നടന്നത്. 2 പേരാണ് ഉൾപ്പെട്ടത്. 2 പേരും മുസ്ലിങ്ങളാണ്. ഈ പറയുന്ന 2ഓളം ഇസ്ലാമിക മതഭീകരന്മാർ കടന്നു വരുന്ന ഇത് ഫയർ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ എന്ന് പറയുന്ന രാജ്യത്ത് സ്വതന്ത്രമായിട്ട് വളരെ പ്ലൂറൽ സൊസൈറ്റിയാണ്, സെക്യുലറാണ്, എല്ലാ രീതിയിലുള്ള ലാംഗ്വേജിനെയും മതത്തെ എല്ലാം അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ഒരു കൂട്ടർക്ക് വലിയ പ്രശ്നമായി മാറി അതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ മറ്റുള്ള ചില ഇസ്ലാമിക കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ പല ഗ്രൂപ്പുകളും തയ്യാറാകുന്നു. കേട്ടല്ല നമ്മളെ ക്രിസംഗി അച്ചായന് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടല്ല ലോകത്ത് മൊത്തമുള്ള മുസ്ലിങ്ങളെ തലയിൽ കെട്ടിവെക്കണം. ഈ പാകിസ്ഥാൻ തീവ്രവാദികളെ മുസ്ലിങ്ങളെ തലയിൽ കെട്ടിവെച്ചാൽ മാത്രമേ നമ്മൾ ക്രിസംഗി അച്ചായന് ഉറങ്ങാൻ കഴിയൂ. അങ്ങനെ കെട്ടിവെച്ചാൽ അണ്ണന് കിട്ടുന്ന ലാഭം എന്താ അറിയാ? എന്നാൽ മാത്രമേ സംഖ്യലുണ്ടല്ല ഈ അണ്ണനെ ഒഴിവാക്കി പോയ കുറെ സംഖ്യലുണ്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്കൻ ഈ അണ്ണ സപ്പോർട്ട് ചെയ്തപ്പോ ഒരുപാട് സംഖ്യകൾ അണ്ണനെ ഒഴിവാക്കി പോയിനി. ആ സംഖ്യകളൊക്കെ തിരിച്ചു വരണമെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയണം, മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദിയാക്കണം. അതിനുള്ള പണിയാണ് അണ്ണൻ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അക്രമം നടന്നതിന്റെ അടുത്ത സെക്കൻഡ് തന്നെ നമ്മൾ ഈ ക്രിസംഗി അച്ചായൻ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോ അങ്ങ് ചെയ്തത്. ഇനി വേറൊരു സംഭവം എന്നറിയാം, ഈ മരണത്തിന്റെ ഈ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീർ കഴിക്കുന്ന ഒരുപാട് പേര്, പലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടപ്പോഴും ആയിരക്കണക്കിന് നിരപരാധികൾ മരണപ്പെടുന്ന വാർത്ത വരുമ്പോഴും അതിന്റെ അടിയിൽ ചിരിക്കുന്ന ഇമോജി ഇടുന്നവരാണ്. അതായത് പലസ്തീനിൽ പാവങ്ങൾ മരണപ്പെടുമ്പോൾ ചിരിക്കുന്ന ഇമോജിയും മറ്റു ചിലർ മരിക്കുമ്പോൾ മാത്രം സങ്കടത്തിന്റെ ഇമോജി ഇടുന്ന നാറികളാണ് അവർ. അതുകൊണ്ട് കേരളത്തിലെ കുറച്ച് സംഘി സംഘികളോടും കാസകളോടും എനക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ ആ കൊലപാതകയുടെ മതം വിളിച്ചു പറയുമ്പോൾ ആ രക്ഷകന്റെ മതം വിളിച്ചു പറയാത്തത് നിങ്ങളുടെ വൃത്തികെട്ട മനസ്സുകൊണ്ടാണ്. അപ്പൊ സിഡ്നിയിലുണ്ടായ തീവ്രവാദി അക്രമത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും എന്റെ ആദരാഞ്ജലികൾ. ആ അക്രമത്തിനിടയിൽ ഒരുപാട് നിരപരാധികൾ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ പോരാടിയ അഹമ്മദ് അൽ അഹമ്മദിനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.